ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 286. നമ്മൾ 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരീയോപനിഷത്താണ് നോക്കുന്നത്. അതിൽ ഭൃഗുവല്ലി എന്നതിൽ 9ാമത്തെ അനുവാകമാണ്. ഇതിൽ ആകാശത്തെയും ഭൂമിയെയും തമ്മിലുള്ളൊരു കമ്പാരിസൺ നടത്തുകയാണ്. എന്താണ് ആകാശം, എന്താണ് ഭൂമി, അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ നമുക്കുള്ള ഗുണം എന്താണ് എന്നെല്ലാം പറയുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജലത്തെ കണ്ടു, അന്നത്തെ കണ്ടു, പിന്നെ അതിനെ ജലവുമായിട്ടും അഗ്നിയുമായിട്ടും എല്ലാം നമ്മൾ കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞു. പിന്നെ എന്തുണ്ട്, ജ്യോതിഷമായിട്ട് എല്ലാം ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞു. ഇവിടെ ആകാശത്തെയും ഭൂമിയെല്ലാം അതുമായിട്ട് ബന്ധിപ്പിച്ച്, അതായത് പഞ്ചഭൂതങ്ങളെ അന്നവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഇപ്പം യഥാർത്ഥത്തിൽ അന്നത്തെ ഏതുപോലെ ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അന്നത്തെ എങ്ങനെ കാണാം? ദ്രവ്യമായിട്ട് കാണാം. ദ്രവ്യവും ഊർജവും. ദ്രവ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഭൂമിയിലും ആകാശത്തിലും എല്ലാത്തിലുള്ള സാധനങ്ങളെല്ലാം ദ്രവ്യമായിട്ടാണ് നമ്മൾ ആധുനിക സയൻസിൽ മാറ്ററായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇതിനെ കണ്ടാലും ഒരു ക്ലാസിഫിക്കേഷനാണ്. ഈ ക്ലാസിഫിക്കേഷനാണ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്, പഞ്ചഭൂതങ്ങളെ പറ്റി. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. പിന്നെ ഇവിടെ ഒരു ആകാശവും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആകാശത്തെപ്പറ്റി പറയുന്നതുകൊണ്ട് ആകാശത്തെപ്പറ്റി കുറച്ച് വ്യക്തമായിട്ട് അന്നേരം അത് പറയുന്നിടത്ത് പറയാം. അല്ലാതെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി, ഭൂമി, ജലം, വായു, അഗ്നി. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. ഖരദ്രവ, വാതക, ഊർജം എല്ലാം ഒന്നു തന്നെ. അപ്പോൾ ഇവിടെ എന്താണ് ആകാശ ഭൂമിയെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ ആകാശത്തെയും ഭൂമിയെയും അന്നരൂപമായി പറഞ്ഞിട്ട്, അപ്പോൾ അന്നം ഇതെല്ലാം ദ്രവ്യങ്ങളാണ്. ഊർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. പ്രപഞ്ചത്തെ മുഴുവൻ ദ്രവ്യമായിട്ട് കാണാം പറഞ്ഞു. അത് പറഞ്ഞിട്ട് അതറിഞ്ഞാലുള്ള ഗുണങ്ങൾ, ഫലങ്ങളെല്ലാമാണ് ഇവിടെ പറയാൻ പോകുന്നത്. യാതൊരാൾ ഭക്ഷ്യധാന്യങ്ങൾ സുലഭമായി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടോ? യാതൊരാൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എന്ന നിലയിൽ പറയുമ്പോൾ, ആധുനിക സയൻസിലൂടെ പറയുമ്പോൾ എല്ലാ ഭക്ഷ്യധാന്യങ്ങളും മാത്രമായിട്ട് എടുക്കേണ്ട. നമുക്കിപ്പോൾ മറ്റുള്ള പ്രോഡക്റ്റ്സ്, റേഡിയോ, ടി വി എല്ലാം ദ്രവ്യത്തിൽ പെടുന്നതാണ്, എല്ലാതരം ഉൽപ്പന്നങ്ങളും. അപ്പം യാതൊരാൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ സുലഭമായി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അതായത് ലോകത്തിലെ എല്ലാ നമ്മൾ വസ്തുക്കളും യഥേഷ്ടം ഉണ്ടാകണം. ടി വി വേണം, മൊബൈൽ വേണം, എല്ലാം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന നമ്മൾ ആരായിരിക്കും? ഭൗതികവാദികളാണ്. ഇതൊന്നും ആത്മീയവാദികൾക്കുള്ളതല്ല. അപ്പോൾ അവരെന്താണ് വേണ്ടത്? ഒരു പ്രതിജ്ഞ ചെയ്യുന്ന മാതിരി എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ അന്നത്തെ വളരെയധികം വർദ്ധിപ്പിക്കും എന്ന ചിന്തയിൽ വർദ്ധിക്കണം. ഞാൻ അന്നം മാക്സിമം പ്രൊഡക്ഷൻ നടത്തും എന്ന ചിന്താഗതി ഉള്ളവനായിരിക്കണം. ഇപ്പോൾ എല്ലാ വസ്തുക്കളും കണ്ടമാണ്, എല്ലാം ഉൽപ്പാദിപ്പിക്കണം മാക്സിമം. മുട്ടുസൂചി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പണ്ട് പറയും. ഇന്ന് മുട്ടുസൂചിയും മറ്റേ എല്ലാ സാധനങ്ങളും, ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ, കൃഷി, തേങ്ങ, മാങ്ങ എല്ലാം, ചക്കയെല്ലാം തന്നെ യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കണം. ആ ചിന്താഗതിയിൽ നിൽക്കണം. ഇത് യഥേഷ്ടം വേണമെന്ന് ചിന്തിക്കുന്നവർ. അപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായ സത്യം മനസ്സിലാക്കണം. എന്താണ്? യാതൊരുവൻ ഏതെങ്കിലും ഒരു വസ്തുവിൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നുവോ, എന്നാൽ ആരെങ്കിലും വലിയ കാര്യത്തിലൊന്നും എടുക്കാതെ അലക്ഷ്യമായിട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾക്കത് ഒരിക്കലും പ്രാപിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ഇപ്പം കൃഷി ചെയ്യുകയാണെങ്കിലും അലക്ഷ്യമായിട്ട് ആ വിത്ത് അവിടെ കിടക്കട്ടെ. വിത്ത് നടുന്നതിനുള്ള ഒരു ഇത്ര ആദ്യം മണ്ണ് ഇളക്കണം, എന്നിട്ട് ഇതെല്ലാം വേണ്ടേ? ആ താല്പര്യമൊന്നും ഇല്ലാതെ ആ വിത്ത് നടാൻ പറഞ്ഞാലേ ഇന്ന് പിടിച്ചൊന്നും പറഞ്ഞാൽ അവിടെ കൊണ്ടിട്ടാലും ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് ആ വസ്തു ഒരിക്കലും പ്രാപിക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രീയമായി
ചെയ്യേണ്ട നിലയിൽ കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ അലക്ഷ്യമായിട്ട് ചെയ്യുന്നവൻ അഥവാ ലഭിച്ചാലും ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടായേക്കും, അത് അധികകാലം നിലനിൽക്കില്ല. അവൻ പാട് കേട്ടിട്ട് ഒരു വെണ്ട വിത്ത് അങ്ങ് നട്ട്, ചിലപ്പോൾ ആ ചെടിയിൽ നിന്ന് അവന് ഒരു വെണ്ട വിത്ത് ഒരു വെണ്ടക്ക കിട്ടിയെന്ന് വരും. അവനത് കൊണ്ടുപോയി കറിയോ വെക്കും, പിന്നെ അവന് വിത്തുമില്ല ഒന്നുമില്ല, അതോടുകൂടി അവൻ്റെ അത് തീർന്നു. എന്നാൽ ശരിക്ക് കൃഷി ചെയ്യുന്നവനാണെങ്കിൽ വെണ്ട വരുമ്പോൾ ആദ്യത്തെ ഒരു നല്ല വിത്തെടുത്തിട്ട് ഒരു കായ വിത്തിന് വിടും. ഇങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടി അവൻ കൃഷി ചെയ്യും. അല്ലാതെ കിട്ടി അവനെടുത്തങ്ങ് ആ തരത്തിൽ. അപ്പം അവനത് നിലനിൽക്കില്ല. അന്നം ഭൂമിയാകുന്നു, പൃഥ്വിയാകുന്നു. പൃഥ്വി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. അന്നം എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവിൻ്റെ അടിസ്ഥാന വസ്തുക്കൾ, എല്ലാവർക്കും വേണ്ട വസ്തുക്കൾ. മണ്ണ് തിന്നുന്നവനാണെങ്കിൽ അവൻ്റെ അന്നം മണ്ണാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഭക്ഷിക്കുന്നത്? ഓരോ ജീവികൾക്ക് ഇപ്പോൾ മണ്ണിങ്ങനെ തിന്നിട്ട് പോകുന്ന മാതിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഭക്ഷണം ഓരോന്നാണ്. അപ്പോൾ അതെല്ലാം അന്നമാണ്, അതായത് ദ്രവ്യമാണ് എന്ന് വേണമെങ്കിൽ ജനറലായിട്ട് ആധുനിക സയൻസിലൂടെ പറഞ്ഞു. ഭൂമി എന്ത് തന്നെയാണ്? ദ്രവ്യം തന്നെയാണ്. കാരണം ഏതെല്ലാം അന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുവോ അവയെല്ലാം ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമുക്ക് എന്തെല്ലാം അന്നമാണ്? നമുക്ക് വേണ്ട അന്നം എന്ന് പറഞ്ഞാൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം ഭൂമിയിലുള്ള വസ്തുക്കളാണ് ഇവയെല്ലാമായിട്ട് പരിവർത്തനം ചെയ്തു വരുന്നത്. ഭൂമിയിൽ നിന്ന് ഭൂമിയിലുള്ള വസ്തുക്കളാണ് ഇതായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? അന്നം തന്നെയാണ്. അപ്പം ഭൂമി അന്നമാണ്, ഇതുമെല്ലാം അന്നം തന്നെയാണ്, ഓരോ രൂപത്തിൽ വരുന്നതേ ഉള്ളൂ. കാരണം പൃഥ്വിയിൽ നിന്നാണ്. അപ്പം അന്നം പൃഥ്വിയാണ്. അതുകൊണ്ട് കാരണം പൃഥ്വിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈ പൃഥ്വി തന്നെ ആകാശം തന്നിലേക്ക്, ഈ പൃഥ്വിയെ തന്നെ ആകാശം തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഈ ആകാശം അന്നത്തിൻ്റെ ഭോക്താവും ആകുന്നു. അതേസമയം ഈ ഭൂമിയെ ആകാശം തന്നിലേക്ക് ആകർഷിച്ചു നിൽക്കുന്നത് കൊണ്ട്, ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളെല്ലാം ഭൂമിയെ പിടിച്ചു വെച്ചിട്ടുണ്ട് പ്രത്യേക ഓർബിറ്റിൽ, തെറിച്ചു പോകാതെ. സൂര്യൻ ഭൂമിയെ അതിന് ചുറ്റും ഒരു ഓർബിറ്റിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും അതാതിൻ്റെ ഓർബിറ്റുകളിൽ പിടിച്ചു വെച്ചിട്ട് പരസ്പരം ആകർഷണമുണ്ട്. ആ ആകർഷണം കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്, സീസൺസ് ഉണ്ടാകുന്നത്, മഴ പെയ്യുന്നതല്ല. അങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ധാന്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ആകാശത്തിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ട് ഭൂമി ഒഴിച്ചുള്ള മറ്റുള്ള ഭ്രമണപഥങ്ങളെല്ലാം കൂടിയത് ആ ഭൂമി ആകർഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമി അതിന് ചുറ്റുന്നുണ്ട് പ്രത്യേക ഓർബിറ്റിൽ. അങ്ങനെ ചുറ്റുന്നതുകൊണ്ടാണ് സീസൺസ് ഉണ്ടായിരിക്കുന്നത്. സീസൺസ് കൊണ്ടാണ് മഴയെല്ലാം ഉണ്ടാകുന്ന ഭൂമിയിൽ അന്നങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആകാശത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഭൂമിയിൽ അന്നമുണ്ടാകുന്നത്. ഭൂമിയിൽ ആകാശം സ്ഥിതി ചെയ്യുന്നു, ആകാശത്തിൽ പൃഥ്വി സ്ഥിതി ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലും കാണാം, ആകാശത്തിൽ ഭൂമി സ്ഥിതി ചെയ്യുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ഭാഗമാണ് ആകാശം. എന്നാൽ ആകാശത്തിൻ്റെ ഒരു ഭാഗമാണ് ഭൂമി. തിരിച്ചും മറച്ചും എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ഗോളങ്ങളെ കൊണ്ടുണ്ടാക്കിയത്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോളമാണ്. ഈ ആകാശത്തിൽ കുറേ കിടക്കുന്ന ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളങ്ങളാണ് ഇതെല്ലാം. അപ്പം ഈ ഭൂമി എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ ഭാഗവുമാണ്, ആകാശം എന്നത് ഭൂമിയുടെ ഭാഗവുമാണ്, തിരിച്ചും മറച്ചും. അതുകൊണ്ട് ഭൂമി ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു, ആകാശത്തിൽ പൃഥ്വി സ്ഥിതി ചെയ്യുന്നു. ഇവ രണ്ടും ഒന്ന് മറ്റൊന്നിനാധാരമാണ്. ഭൂമിയുള്ളത് കൊണ്ടാണ് നമ്മൾ ആകാശമായിട്ട് മറ്റേനെ കാണുന്നത്. കാരണം ഭൂമിയുള്ളത് കൊണ്ടാണ് നമ്മൾ ജനിച്ചുകൊണ്ടാണ് നമ്മൾ ആകാശത്തെ നമ്മൾ ആകാശമായി കാണുന്നത്. നമ്മളൊന്നും ഇല്ലേ, പിന്നെ ആരാണ് ആകാശം ഭൂമി എന്നെല്ലാം പറയാൻ പോകുന്നത്? അതങ്ങനെ കുറേ ഗോളങ്ങൾ ചുറ്റുന്നതേ പറയും. അപ്പോൾ ഈ ആകാശം ഭൂമി എന്നെല്ലാം പറയുന്നത് നമ്മൾ വന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് മറ്റൊന്നിനാധാരമാണ്.
അതിനാൽ അന്നരൂപവുമാണ്. രണ്ടും അന്നരൂപമാണ്, ദ്രവ്യമാണ്. ഭൂമിയും ദ്രവ്യമാണ്, ആകാശം എന്ന് പറഞ്ഞാൽ കുറേ ഗോളങ്ങളാണ്, അതും ദ്രവ്യമാണ്, അന്നരൂപമാണ്. പഞ്ചമഹാഭൂതങ്ങളിൽ ആകാശം ആദ്യത്തേതും ഭൂമി അവസാനത്തേതുമായ തത്വമാണ്. പഞ്ചഭൂതങ്ങളിൽ പുറത്തുള്ളതിനാണ് ആകാശം എന്ന് പറയുന്നത്, ഭൂമി അകത്തുള്ളത് പൃഥ്വി. അപ്പോൾ ആകാശം, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചഭൂതങ്ങളിൽ ഭൂമി എന്ന് പറയുമ്പോൾ സോളിഡ്. എന്നിട്ട് എന്ത് പറയുന്നത്? ഇടക്കുള്ളതെല്ലാം ഇവയിൽ അന്തർഗതമാണ്. ഇതെല്ലാം ഇടക്കുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയിലെ മണ്ണ്, കരം, ആകാശം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്ന സിസ്റ്റം. അതിൻ്റെ ഇടക്കെന്തെല്ലാം ഉണ്ട്? വായു ഉണ്ട്. വായു എന്ന് പറഞ്ഞാൽ ഇതിലും എല്ലാം ഉണ്ട്, രണ്ടിലും പെട്ടാണ്. ഭൂമിയിലും വായു ഉണ്ട്, ഭൂമിൻ്റെ അകത്തും ഉണ്ട്. ജലവും അകത്തുണ്ട്. അഗ്നി അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഭൂമിയും ആകാശം എന്തുകൊണ്ടാണ് പെട്ട്? നമ്മുടെ സയൻസിൽ പഠിക്കുന്ന സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി, ഖര, ദ്രവ, വാത, ഊർജം. ഭൂമി, ജലം, വായു, അഗ്നി. എന്തുകൊണ്ടാണ് ആകാശത്തെ പെടുത്തിയത്? അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആകാശമുള്ളത് കൊണ്ടാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഗോളങ്ങൾ. ഈ ഗോളങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഭൂമിക്ക് കാലാവസ്ഥ ഉണ്ടായതും സീസൺസ് ഉണ്ടായതും മഴ പെയ്യുന്നതും. എപ്പോഴും മഴ പെയ്യുന്നതും ഭൂമിയിലെ ജലം മുകളിലോട്ട് പോകും, തിരിച്ചു വരും. ഇതെല്ലാം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ ഗോളങ്ങളെല്ലാം കൂടിയത്. ഈ ഗോളങ്ങളെല്ലാം കൂടിയതിനാണ് ആകാശം എന്ന് പറയുന്നത്. ഇപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, എനർജി മാത്രം ഉണ്ടായാൽ മനുഷ്യരൊന്നും ഉണ്ടാവില്ല. മനുഷ്യരെല്ലാം ഉണ്ടാകണ്ടെങ്കിൽ, ഇവിടെയുള്ള കർമ്മങ്ങൾ നടക്കണ്ടെങ്കിൽ ആകാശത്തിലെ ഗോളങ്ങളുടെ ആ ചുറ്റും പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ആകാശത്തെയും കൂടിയും പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആകാശം കൂടി ആയാൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ല സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, എനർജി മാത്രം ഉണ്ടായാൽ മനുഷ്യനെ ഉണ്ടാക്കിയിടാം. പക്ഷേ മനുഷ്യന് ജീവിക്കണ്ടെങ്കിൽ ഈ ഗോളങ്ങൾ ഈ തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. അവ ഇങ്ങനെ ഒരു പ്രത്യേക ക്രമത്തിൽ ചുറ്റണം, എങ്കിലേ ജീവജാലങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആകാശവും കൂടി വേണം. സമസ്ത ഭോഗ്യ പദാർത്ഥങ്ങളുമായ അന്നം ഈ പഞ്ചമഹാഭൂതങ്ങളുടെ ഫലമായി ഉണ്ടായതാണ്. അങ്ങനെ ഈ 5 കൂടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. മനുഷ്യനുണ്ടായ എന്തുകൊണ്ടാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി മാത്രമേ ഉള്ളൂ എങ്കിൽ, ആകാശത്തിൽ ഇങ്ങനെ ഗോളങ്ങളൊന്നും ചുറ്റുന്നില്ല എങ്കിൽ, ഭൂമി എവിടെയോ പോയി നിൽക്കുന്നു, ചന്ദ്രൻ എവിടെയോ പോയി നിൽക്കുന്നു, ഇങ്ങനെ ഓരോന്നും തോന്നുന്ന മാതിരി എവിടെയെങ്കിലും അങ്ങ് അനങ്ങാതെ കിടന്നിരുന്നുവെങ്കിൽ നമ്മളെ ഭൂമിയിൽ എങ്ങനെയാണ് ജീവജാലങ്ങൾ ഉണ്ടാവുക? സീസൺസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഉണ്ടാവില്ല. അപ്പം ആകാശമാണ് പ്രധാനം. ആ ഗോളങ്ങളെ ആ പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് ഭൂമിയിലെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ അവയെല്ലാം അന്നരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദ്രവ്യങ്ങളെയെല്ലാം അന്നരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ ആകാശരൂപമായ അന്നത്തിൽ പൃഥ്വിയും പൃഥ്വിരൂപമായ അന്നത്തിൽ ആകാശവും പ്രതിഷ്ഠിതമാണ്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഭൂമി ഉണ്ടെങ്കിലേ ആകാശത്തിന് പ്രശസ്തിയുള്ളൂ, ഭൂമി ഉണ്ടെങ്കിലേ നമ്മൾ ജീവിക്കുള്ളൂ. ആകാശമുണ്ടെങ്കിലേ ഭൂമിക്ക് പ്രശസ്തിയുള്ളൂ. ആകാശമുണ്ടെങ്കിൽ ഭൂമി ആവുകയുള്ളൂ. ഭൂമി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നതിനെയാണ്. ആകാശമില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാവില്ല. അപ്പം പിന്നെ ഇതിനെ ഭൂമി എന്ന് പറയില്ല, എല്ലാ ഗോളന്മാരും ഉണ്ട്. ഇത് ഭൂമിയാകുന്നത് നമ്മളും സസ്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ്. അതുണ്ടാകാൻ കാരണം ആകാശത്തിലെ ഗോളങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആകാശത്തിൽ അന്നത്തിൽ പൃഥ്വിയും പൃഥ്വിയിൽ രൂപത്തിൽ അന്നത്തിൽ ആകാശവും പ്രതിഷ്ഠിതമാണ്. ഈ തത്വം മനസ്സിലാക്കുന്നവർ പഞ്ചഭൂതങ്ങളെ യഥായോഗ്യം ഉപയോഗിക്കുവാൻ കഴിയുന്നു. ഈ ജ്ഞാനം നേടിയവർ, ഇതുവരെ പറഞ്ഞ ശാസ്ത്രജ്ഞാനങ്ങൾ ശരിക്കും അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നവർ പഞ്ചമഹാഭൂതങ്ങളെ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ പ്രപഞ്ച രഹസ്യമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഈ ആകാശത്തിലുള്ളത് കൊണ്ടാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടായി എന്നെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആകാശത്തെപ്പറ്റി പഠിക്കുകയും ബഹിരാകാശത്ത് പോവുകയും അവിടെ പോയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുമോ എന്നെല്ലാം നോക്കുന്നതിൻ്റെ പിന്നിലുള്ള എന്താണ്? ഈ തത്വമാണ്. ഈ തത്വങ്ങളെല്ലാം അറിയുന്നവന് പിന്നെ ചന്ദ്രനിലും പോയി താമസിക്കാൻ പറ്റുമോ നോക്കാം, ഇങ്ങനെയെല്ലാം ചിന്തിക്കും. ആ ജ്ഞാനത്തിലൂടെ അവൻ എല്ലാ ഭോഗ്യവസ്തുക്കളും നേടുകയും അങ്ങനെ അവൻ ഈ ജ്ഞാനം നേടുമ്പോൾ അവൻ അതിലൂടെ ഭോഗ്യവസ്തുക്കൾ ആകാശത്തെ പറ്റിയെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? ആകാശത്തിലെ സാറ്റലൈറ്റ് എല്ലാം സ്ഥാപിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത്. മാത്രമല്ല ആകാശത്തിൽ വായു ഉള്ളത് കൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വിമാനത്തിൽ പോകുന്നത്. അല്ലെങ്കിൽ വിമാനത്തിൽ നമ്മൾ വായുള്ള അതിലൂടെയല്ലേ വിമാനം പോകുന്നത്, മറ്റേത് റോക്കറ്റാണ് പോവുക. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഓരോന്നും. എന്നിട്ട് അവയുടെ ഉപഭോഗം നമ്മൾ നടത്തുന്നു. ആകാശത്തിൻ്റെ എല്ലാ ഉപഭോഗം നമ്മൾ നടത്തുകയാണ്. എന്നിട്ട് സമ്പന്നരായിത്തീരുകയാണ്. നമ്മൾ സമ്പന്നരാകുമ്പോഴാണ് നമ്മൾ ഇവിടെ മാത്രമല്ല നിൽക്കുക, എല്ലാ ആകാശത്തിലും എല്ലാം പോയി താമസിച്ചെന്ന് വരും, വേറെ ഗോളങ്ങളിൽ. അവൻ്റെ യശസ് ലോകം മുഴുവൻ വ്യാപിക്കുന്നു. അവന് ദീർഘായുസ്സും ലഭിക്കുന്നു. ഏറ്റവും വലിയ ദീർഘായുസ് കിട്ടണമെങ്കിൽ ആകാശത്തിൽ സൂര്യൻ്റെ പരിധി കടന്നിട്ട് അപ്പുറം പോയാൽ മതി, പിന്നെ മരണമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ മരിക്കാതെ കിടക്കും. ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും ജ്ഞാനങ്ങളെല്ലാം നേടിയത് കാലാണ് അതെല്ലാം സാധിക്കുക. നമുക്കിപ്പോൾ മരിക്കാതിരിക്കണം എന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, റോക്കറ്റ് കയറിയിട്ട് സൂര്യൻ്റെ പരിധി വിട്ട് അപ്പുറം പോയാൽ മതി, പിന്നെ ഇതേപോലെ അങ്ങനെ നിൽക്കും. അടുത്ത ക്ലാസ്സിൽ